നമസ്കാരം. ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം 1201 മലയാള പുതുവർഷ ഫലമാണ് ഞാൻ പറയുന്നത്. അത് പുണർദം നക്ഷത്രക്കാരെ പറ്റിയാണ് പറയുന്നത്. ഈ പുണർദം നക്ഷത്രക്കാർ പുണർദം 1/4 ഭാഗം മിഥുനക്കൂറിലും പുണർദം 1/4 ഭാഗം കർക്കിടകക്കൂറിലാണ് വരുന്നത്. 2 കൂറിലാണ് ഈ പുണർദം നക്ഷത്രക്കാർ വരുന്നത്. അവരെ സംബന്ധിച്ച് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വേഴം ജന്മത്തിലാണ് വരുന്നത്. വേഴം ജന്മരാശിയിലാണ് മിഥുനക്കൂറുകാർക്ക് വരുന്നത്. അത് അത്ര ഗുണകരമല്ല. വേഴം ജന്മരാശിയിൽ നിൽക്കുന്നത് ഗുണകരമല്ല. ദോഷാനുഭവങ്ങളാണ് നമുക്ക്, ഗുണത്തേക്കാൾ കൂടുതൽ ദോഷങ്ങളാണ് നമുക്ക് വേഴം ജന്മത്തിൽ നിൽക്കുന്നത് കൊണ്ട് കിട്ടാവുന്നത്. പിന്നെ അതേപോലെ തന്നെ കർക്കിടകക്കൂറുകാർക്ക് 12ലാണ് വേഴം. വേഴം 12 പാപസ്ഥാനത്താണ് വരുന്നത്. അതേപോലെ തന്നെ ചെലവിൻ്റെ സ്ഥാനത്താണ് വരുന്നത്. അവിചാരിതമായ ചെലവ്, ധനപരമായ ഒരുപാട് ചെലവുകൾ വരാൻ സാധ്യതയുണ്ട്. ഈ വേഴം കർക്കിടകക്കൂറുകാർക്ക് 12ൽ നിൽക്കുന്നത്. അപ്പോൾ 12ലെ വേഴവും അവർക്ക് ഗുണകരമല്ല. പിന്നെ ശനി മിഥുനക്കൂറുകാർക്ക് 10ലാണ് നിൽക്കുന്നത്. ശനി മിഥുനക്കൂറുകാർക്ക് 10ലാണ് നിൽക്കുന്നത്, കർമ്മസ്ഥാനത്താണ്. അപ്പൊ കർമ്മസ്ഥാനത്ത് ശനി നിൽക്കുന്നത് ഗുണകരമല്ല. കാരണം തൊഴിൽ, പ്രവൃത്തി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം 10 കൊണ്ടാണ് കാണുന്നത്. അപ്പൊ 10ല് ഈ ശനി നിൽക്കുന്നത് ഗുണകരമല്ല. അതുകൂടാതെ 10 കണ്ടകസ്ഥാനം കൂടിയാണ്. അപ്പൊ മിഥുനക്കൂറുകാർക്ക്, അതായത് പുണർദം നക്ഷത്രക്കാരായ മിഥുനക്കൂറുകാർക്ക് കണ്ടകശനി കൂടിയാണ്. കണ്ടകശനിയുടെ തുടക്കമാണ്. കണ്ടകശനി 2.5 കൊല്ലമാണ്. അപ്പോൾ കണ്ടകസ്ഥാനത്ത് ശനി നിൽക്കുമ്പോൾ അതിനെ കണ്ടകശനി എന്ന് പറയും. അപ്പോൾ ശനിയെ സംബന്ധിച്ച് 10ലാണ് കണ്ടകസ്ഥാനം. ആ കണ്ടകസ്ഥാനം കർമ്മത്തിൻ്റെ സ്ഥാനമാണ്, അവിടെ പ്രവൃത്തിയുടെ സ്ഥാനമാണ്. അവിടെ ദോഷാനുഭവങ്ങൾ ആണ് കൂടുതൽ ഉണ്ടാവുകയുള്ളൂ. പിന്നെ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച്, പുണർദം നക്ഷത്രക്കാരുടെ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് 9ലാണ് ശനി വരുന്നത്. 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിൻ്റെ സ്ഥാനമാണ്, ഭാഗ്യസ്ഥാനമാണ്. ഈ പിതാവിന് ദോഷം. പിന്നെ അതുപോലെ തന്നെ പൈതൃകപരമായിട്ടുള്ള അവർക്ക് പിതാവിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ പൂർവികരിൽ നിന്നും കിട്ടേണ്ട പല കാര്യങ്ങളും അവർക്ക് തടസ്സപ്പെട്ടെന്ന് വരാം. പിന്നെ അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനമാണ്. 9 ഭാഗ്യസ്ഥാനമാണ്. അപ്പോൾ ഭാഗ്യ തടസ്സങ്ങളെല്ലാം ഉണ്ടാകാനും സാധ്യത കൂടുതലായാണ് കാണുന്നത്. പിന്നെ രാഹു 9ലാണ്. മിഥുനക്കൂറുകാർക്ക് രാഹു 9ലാണ് വരുന്നത്. 9ലെ രാഹു പിതാവിന് ദോഷം ചെയ്യും. 9ലെ രാഹു പിതാവിന് ദോഷം ചെയ്യാവുന്നതാണ്. പിന്നെ കർക്കിടകക്കൂറുകാർക്ക് രാഹു കർക്കിടകക്കൂറുകാർക്ക് 8ൽ ദോഷം ചെയ്യും. 8 എന്ന് പറഞ്ഞാൽ അഷ്ടമമാണ്, ആയുസിൻ്റെ സ്ഥാനവും. അപകടഭീതി ഉണ്ടാകും, അപകടങ്ങളുണ്ടാകാം. എന്തെങ്കിലും വാഹനം ഓടിക്കുന്നവർക്ക് അത് ശ്രദ്ധിച്ച് ഓടിക്കേണ്ടതായ അവസരം ആണ് വരുന്നത്. അപ്പോൾ രാഹു 8ൽ നിൽക്കുന്നത് ഗുണകരമല്ല. പിന്നെ കേതു മിഥുനക്കൂറിൽ 3ലും കർക്കിടകക്കൂറുകാർക്ക് 2ലും ആണ് വരുന്നത്. അപ്പൊ 2 എന്ന് പറഞ്ഞാൽ ധനസ്ഥാനമാണ്, 3 എന്ന് പറഞ്ഞാൽ സഹോദരസ്ഥാനമാണ്. അപ്പോൾ 3ലെ കേതു നിൽക്കുന്നത് ഗുണകരമാണ്. അത് സഹോദര ഗുണം ഉണ്ടാകും. സഹോദരങ്ങളുമായിട്ട് നല്ല സഹവർത്തത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള അവസരം വരും. എന്നാൽ കേതു കർക്കിടകക്കൂറിൽ 2ൽ നിൽക്കുന്നത് ഇവർക്ക് ധനനഷ്ടങ്ങളുണ്ടാക്കും. 2 എന്ന് പറഞ്ഞാൽ ധനസ്ഥാനമാണ്. അപ്പൊ ധനസ്ഥാനത്തൊരു പാപഗ്രഹം നിന്നാൽ തീർച്ചയായിട്ടും അവർക്ക് ധനനഷ്ടങ്ങൾ ഉണ്ടാകും. അതുകൂടാതെ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകും. വാക്കിൻ്റെ സ്ഥാനം കൂടിയാണ് 2. തർക്കമുണ്ടാകാം. പ്രശ്നങ്ങൾ പലതും വാക്ക് തർക്കങ്ങളിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് പരിഹാരമായിട്ട് ചെയ്യാവുന്നത് വിഷ്ണു പ്രീതി നേടലാണ്. വിഷ്ണു ഭഗവാന്, കൃഷ്ണന് വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്.
വ്യാഴാഴ്ച തോറും കൃഷ്ണക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ പോയി വഴിപാടുകൾ യഥാസ്ഥിതി വഴിപാടുകൾ നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും. അതേപോലെ തന്നെ ശാസ്താപ്രീതി നേടാം. ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിന് ശനീശ്വരന് എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും ദോഷാനുഭവത്തിൽ നിന്ന് മുക്തി നേടാനായിട്ട് സാധിക്കും. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.